നമസ്കാരം മേസ്തിരി. നമസ്കാരം. ഉറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയെന്ന് തോന്നുന്നു. അതിരിടെ എന്താ കാര്യംന്ന് പറയ്. അതെന്താ ഇങ്ങനെ ചോദിക്കുന്നെ? ഞാൻ ശമ്പളം ചോദിച്ചില്ലായിരുന്നോ? നിങ്ങളല്ലേ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞത്. അതിനു വേണ്ടിയാ വന്നേ. അതിനായിരുന്നോ? ശരി, ശരി. വാ, വന്നിരിക്ക്. വേണ്ട മേസ്തിരി, ഞാൻ പുറത്തന്നെ നിക്കാം. നിങ്ങൾ പെട്ടെന്ന് പൈസ എടുത്തോണ്ട് വന്നാ എനിക്ക് പോവായിരുന്നു. അതൊന്നും സാരമില്ല. അതോട്ട് വന്നേ. വേണ്ട മേസ്തിരി, ഞാൻ പുറത്തന്നെ നിന്നോളാം. നിങ്ങൾ അകത്ത് ചെന്ന് പൈസ എടുത്തോണ്ട് വരൂ. അതേ, ഒരാളെ വാതിലിന്റെ പുറത്ത് നിർത്തി കാശ് കൊടുക്കാൻ പാടില്ല. അകത്തോട്ട് വാ. സാരമില്ല മേസ്തിരി, നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് എനിക്ക് പൈസ തന്നോ. അതെ, പുറത്ത് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന്. നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അതങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നീ അകത്ത് വന്ന് കാശ് വാങ്ങിച്ചോ. എന്താ? എന്താ മേസ്തിരി ഇത് ഭയങ്കര ശല്യായല്ലോ. ഹും. ശരി, ഇരിക്ക്. ഇല്ല മേസ്ത്രി, ഞാൻ ഇവിടെ തന്നെ നിക്കാം. നിങ്ങൾ പൈസ എടുത്തോണ്ട് വരും മേസ്ത്രി. നിന്നോടല്ലേ പറഞ്ഞു ഇരിക്കാൻ? ചെന്നിരിക്കെ. ഉം, ഇരിക്കാൻ. ഉം. ശരി, നിന്റെ ശമ്പളം എത്രയാ ബാക്കിയുള്ളത്? എനിക്ക് 2 ആഴ്ചയുടെ ശമ്പളം ബാക്കിയുണ്ട് മേസ്ത്രി. 2 ആഴ്ച എന്ന് വെച്ചാല് അതിൽ 2 ഞായറാഴ്ച പോയി കഴിഞ്ഞാല് 12 ദിവസം. 12 ദിവസത്തേക്ക് നിനക്ക് 6000 വരണം. എന്താ ശരിയല്ലേ? എന്റെ മോള് സ്കൂളിൽ പോയിരിക്കാം. അവള് വീട്ടിലേക്ക് വരാനുള്ള സമയമായി. ഒന്ന് വേഗം തരാൻ പറ്റുമോ? എന്താ അത്, പോകാന്നേ. ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്തിനാ ധൃതിപ്പെടുന്നേ? കുറച്ചേരം ഒന്ന് ഇരിക്കേ. ഉം. മേസ്ത്രി, മേസ്ത്രി, ആ, പറയേ. ഒന്ന് പെട്ടെന്ന് വരണേ മേസ്ത്രി. എനിക്ക് നേരത്തെ വീട്ടിൽ പോണം. മോള് സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായി. ഒന്ന് വെയിറ്റ് ചെയ്യേ. ചായ ഇട്ടോണ്ടിരിക്കുക, കുടിച്ചിട്ട് പോവാം. അയ്യോ, അതൊന്നും വേണ്ട മേസ്ത്രി. നിങ്ങൾ കാശൊന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് തന്നാ മതി. എനിക്ക് നേരത്തെ വീട്ടിൽ പോണം. ഒന്ന് സമാധാനിക്കേ. വെറുതെ കാലിൽ ചൂടുള്ള ഒഴിച്ച പോലെ. ഉം. ശ്ശോ. ഇയാളിതെന്തോന്ന് വേണമെന്ന് വെച്ച് ചെയ്യാൻ തോന്നുന്നു. ഉം. ഇതാ വാങ്ങിച്ചോ, ചായ കുടിക്കേ. അയ്യോ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്റെ മോള് സ്കൂളിൽ നിന്ന് വരാറായി. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാണ്ട് ചായ കുടിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാ? നീ ആദ്യം ഈ ചായ കുടിക്കേ. ഞാൻ അകത്ത് പോയി കാശ് എടുത്തോണ്ട് വരാം. വേണ്ട മേസ്ത്രി, എനിക്ക് സമയാവുന്നുണ്ട്. എന്റെ പൈസ ഇങ്ങ് തരുവോ? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? അതെ, നീ ചായ കുടിച്ചാലേ ഞാൻ കാശ് തരൂ, അല്ലെങ്കിൽ ഞാൻ തരില്ല. അയ്യോ മേസ്ത്രി, ശരി ഇങ്ങ് തന്നെ, ഞാൻ കുടിച്ചോളാം. അതെ, അതെ, മെല്ലെ കുടിക്കേ. ചായ നല്ല ചൂടുണ്ട്. ദാ നോക്ക്, പതുക്കെ കുടിക്കാനൊന്നും എനിക്ക് സമയമില്ല. മോള് സ്കൂള് വിട്ട് വരുമ്പോ ഞാൻ വീട്ടിലല്ലെങ്കിൽ അവള് പേടിക്കും. ഏ, എപ്പ നോക്കിയാലും മോള് വരും മോള് വരും പറഞ്ഞോണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഉം. ഉം. ദാ, ആ, എന്താ അങ്ങനെ കാശ് വാങ്ങിച്ചിട്ട് എസ്കേപ്പ് ആണെന്ന് വിചാരിച്ചു അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യേ. അയ്യോ, എന്താ മേസ്ത്രി ഇത്? ആ പൈസ ഇങ്ങ് തന്നെ, എനിക്ക് സമയമായി വീട്ടിൽ പോണം. തരാന്ന് പറഞ്ഞില്ലേ? നിന്റെ കാശ് നിനക്കുള്ളതാണ്. നിനക്ക് ഈ കാശ് വേണമെങ്കിലേ നീ എന്റെ കൂടെ ഒരുമിച്ചിരിക്കണം. അപ്പോഴേ നിന്റെ കാശ് കിട്ടൂ. എന്ത്? എന്താ മേസ്ത്രി ഇത്? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഇപ്പൊ ഈ കാശ് നിനക്ക് എത്ര പ്രാധാന്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ ഈ കാശ് ഞാൻ നിനക്ക് തരണമെങ്കിലേ നീ എന്റെ കൂടെ സഹകരിക്കണം. അപ്പോഴേ ഞാൻ തരൂ, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. എന്താണ് ഇതൊക്കെ? നിങ്ങൾ നല്ലൊരു മനുഷ്യനെന്ന് വിചാരിച്ച വീട്ടിലേക്ക് വന്ന് പൈസ വാങ്ങാന്ന് കരുതിയ, എന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? അതെ, ഈ സിനിമ ഡയലോഗ് കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യ. ഞാൻ പറഞ്ഞത് നീ കേൾക്കാൻ പോകുന്നതല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ പൈസ തരില്ലായിരിക്കും അല്ലേ? ഹും, മേസ്ത്രി, എന്റെ ശമ്പളം നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങണമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എങ്ങനെ വാങ്ങും? നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വരാറുള്ളത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചൊന്ന് ഞാൻ അവരോട് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കാര്യം കട്ട പുകയായിരിക്കും. ആ, അതുകൊണ്ടേ എന്റെ ശമ്പളം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നോട്ടെ. നാളെ നിങ്ങളുടെ ഭാര്യ കണ്ടിട്ടേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ശമ്പളം വാങ്ങിച്ചോളാം. ഞാനിപ്പോ ഇറങ്ങുകയാണ്. അതെ, 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 ഒരു മിനിറ്റ്. ഉം. എന്താ പറഞ്ഞോളൂ. നിന്റെ കാശ് ഇതാ. ഉം. ദേ നോക്കിയേ, ഇവിടെ നടന്ന കാര്യം എന്റെ ഭാര്യയോട് പറയരുത് കേട്ടോ. ഇവിടെ നടന്ന കാര്യമൊക്കെ ദയവേത് നീ മറന്നേക്കേ. എന്താ?
നിങ്ങള് മര്യാദയ്ക്ക് നിന്നാ ഞാനെന്തിനാ അവരോട് പറയണം? ശരി ശരി, വിട്ടേക്ക്. ഇനി നീ എന്റെ അടുത്ത് വന്നാ പോലും ഞാൻ നോക്കില്ല. എന്റെ ഭാര്യയോട് മാത്രം പറഞ്ഞിക്കരുത്, എന്താ? ശരി മേസ്ത്രി. ഹ്.